Hi friends, welcome to I+. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വില്യം എംസൺ എന്ന തിങ്കറിനെ കുറിച്ചാണ്. ഓക്കെ, വില്യം എംസൺ ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ഒരാളാണ് എംസൺ. സോ എംസൺ എന്ന് തന്നെയാണ് ഈ ഒരു മൊഡ്യൂളിൻ്റെ പേരും വരുന്നത്. അതായത് നമ്മുടെ സെറ്റ് ഇംഗ്ലീഷിൻ്റെ 9ാമത്തെ യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന 4ാമതൊരു മൊഡ്യൂളുണ്ട്. അതാണ് വില്യം എംസൺ എന്ന റൈറ്ററുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പോർട്രൈറ്റ്. ഓക്കെ, നമ്മളെപ്പോഴും ഈ റൈറ്റേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അവരുടെ പോർട്രൈറ്റ് ആണ് ആദ്യം നോക്കുന്നത്, അല്ലേ? എല്ലാ റൈറ്റേഴ്സിൻ്റെ ഒന്നും ചിത്രങ്ങൾ നമുക്ക് അങ്ങോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് ആ ഒരു പിക്ചർ കൂടെ നമ്മുടെ മനസ്സിലൊന്ന് പതിയാൻ വേണ്ടിയാണ്. സോ വില്യം എംസൺ 27 September 1906 to 15th April 1984 was an English literary critic and poet, widely influential for his practice of close reading literary works, a practice ഫണ്ടമെന്റൽ ടു ന്യൂ ക്രിറ്റിസിസം. അതായത് നമ്മുടെ എംസൺ എന്തിൻ്റെ പേരിലാണ് പോപ്പുലർ ആയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ക്ലോസ് റീഡിംഗ് ടെക്നിക്കുകളുടെ പേരിലാണ് ഈ ഒരു റൈറ്റർ പോപ്പുലർ ആയിട്ടുള്ളത്. അതായത് ഈ ക്ലോസ് റീഡിംഗ് ടെക്നിക്ക് എന്ന് പറയുമ്പം ടെക്സ്റ്റിനെ കൂടുതലായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റിനുള്ളിൽ തന്നെ വേണ്ട എല്ലാ ഐഡിയാസും കംപ്രൈസ്ഡ് ആണ്, അതിനെ നല്ല രീതിയിൽ മനസ്സിലാക്കുകയാണ് നമ്മൾ വേണ്ടത് എന്നുള്ള ഒരു അനാലിസിസ് ആണ് ക്ലോസ് റീഡിംഗ് എന്ന് പറയുന്നത്. സോ അതിന് ടാർഗറ്റ് കൊടുത്ത് അതിനൊരു ഫോക്കസ് കൊടുത്തുകൊണ്ടുള്ള ഒരു റൈറ്ററാണ് എംസൺ. His best known work is his first 7 types of ambiguity published in 1930. പലതവണ നിങ്ങൾ ചോദ്യപേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലേ? 7 types of ambiguity ആരുടെ വർക്ക് ആണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ എംസണിൻ്റെ ആണ്. ഓക്കെ, അപ്പോൾ വില്യം എംസണിന്റെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ ആണ് ഈ പറയുന്ന 7 types of ambiguity. 7 types of ambiguity പബ്ലിഷ് ചെയ്തത് 1913ലാണ്. ഓക്കെ, 1930 പബ്ലിഷ് ചെയ്തതാണ് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പോയിന്റ് ആണ്, ഇത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ പതിയേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് 7 types of ambiguity ആരുടെ കോൺട്രിബ്യൂഷൻ ആണ്? അത് എംസണിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. എന്നാൽ ഇത് എന്നാണ് പബ്ലിഷ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1930ലാണ്. ജോണതൻ ബെയ്റ്റ് has written the 3 greatest English literary critics of the 18th, 19th and 20th centuries are Johnson, Hazlitt and എംസൺ. അതായത് ഈ ജോൺസന്റെ കോൺട്രിബ്യൂഷൻസ് നിങ്ങൾക്ക് അറിയാം, അല്ലേ? ഡോക്ടർ ജോൺസൺ എത്രത്തോളം വലിയ കോൺട്രിബ്യൂഷൻസ് ആണ് ആ നമ്മുടെ ഫീൽഡിലേക്ക് നടത്തിയിട്ടുള്ളത്, ലിറ്ററേച്ചർ എന്ന ഫീൽഡിലേക്ക് നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഹാസ്ലിറ്റിലേക്ക് പോയി കഴിഞ്ഞാലോ, ഹാസ്ലിറ്റ് ഒരു നല്ല ബയോഗ്രഫർ ആയിരുന്നു, ധാരാളം തിയറീസ് ഒക്കെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ എംസണിലോട്ട് പോവുകയാണെങ്കിൽ ദി ആംബിഗ്വിറ്റിയുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ബുക്ക് തന്നെയാണ് പ്രാധാന്യമുള്ളത്, നോട്ട് ലീസ്റ്റ് ബിക്കോസ് ദേ ആർ ദ ഫണ്ണിയസ്റ്റ്. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ ലിറ്റററി ക്രിറ്റിക്സ് എന്ന നിലയിൽ പോപ്പുലാരിറ്റി നേടുകയും അതേപോലെ തന്നെ ധാരാളം ക്രിറ്റിസിസംസ് ഒക്കെ ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുള്ള 3 പേരാണ് ജോൺസണും ഹാസ്ലിറ്റും അതുപോലെ തന്നെ നമ്മുടെ എംസണും. ഓക്കെ, ജോൺസൺ, ഹാസ്ലിറ്റ് ആൻഡ് എംസൺ. എംസൺസ് ഇൻ ഷോർട്ട് ഈസ് എ പോയട്രി of wit in the most traditional sense. Unlike most wit, the pleasure it gives is largely in the immaculate performance, which is a rare pleasure but a limited one. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കൂടുതലായിട്ടും എംസണിലേക്ക് പോവുകയാണെങ്കിൽ എംസണിന്റെ വർക്കിന്റെ പ്രത്യേകത എന്താണ്? എംസൺ ആക്ച്വലി റോട്ട് പോയട്രി ഓഫ് വിറ്റ് ഇൻ ദ മോസ്റ്റ് ട്രഡീഷണൽ സെൻസ്. ഒന്ന് ആലോചിച്ചേ, ട്രഡീഷണൽ ആയിട്ട് ഒരു പോയട്രിക്ക് വേണ്ട എല്ലാ ക്വാളിറ്റീസും അതിനകത്തിൽ അബ്സോർബ് ചെയ്തുകൊണ്ട് തന്നെ അതിനകത്തിൽ വിറ്റ് ആഡ് ചെയ്യുകയാണ്. വിറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, അല്ലേ? കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട്, കണ്ടംപററി ഇഷ്യൂസ് നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട്. ഇതൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വിറ്റ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലേ? സോ അത്രയും എഫേർട്ട് നൽകിയ, അത്രയും അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടെയായിരുന്നു നമ്മളുടെ എംസൺ. ഓക്കെ, എംസൺ. 7 types of ambiguity is a work of literary criticism by William Empson, which was first published in 1930. It was one of the most influential critics' work of the 20th century and was a key foundation work in the formation of the new criticism school. അതായത് നമ്മുടെ ന്യൂ ക്രിറ്റിസിസം ഒരു വലിയ സ്കൂളായിട്ടൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്ന സമയത്ത് ആദ്യം ആർക്കും ഡൈജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലായിരുന്നു ഇത്. ആദ്യം ആർക്കും ഇത് കേൾക്കുന്ന ആൾക്കാർക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നല്ലായിരുന്നു. കാരണം അത്രയും നാൾ നമ്മൾ എക്സ്റ്റേണൽ റെഫറൻസുകളും കാര്യങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ചിട്ട് പെട്ടെന്നൊരു പുസ്തകത്തിലേക്ക് ലിമിറ്റ് ചെയ്യൂ. ആ പുസ്തകത്തിനുള്ളിൽ തന്നെ വേണ്ട എല്ലാ കാര്യങ്ങളും അബ്സോർബ്ഡ് ആണ്, അതിനകത്തിൽ തന്നെ എല്ലാം ഇൻവോൾവ്ഡ് ആണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു തിയറി ആയിരുന്നു ന്യൂ ക്രിറ്റിസിസം
ക്രിറ്റിസിസം അഥവാ ക്ലോസ് റീഡിംഗ് എന്ന് പറയുന്നത് അല്ലേ. സോ അതിന് അത്രത്തോളം ഫോക്കസ് വരുന്നുണ്ട്. അത്രയും ക്രിറ്റിസിസംസും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ അതിനൊക്കെയുള്ള ആൻസേഴ്സ് കൊടുത്തുകൊണ്ട് തന്നെയാണ് എംസനെ പോലെയുള്ള റൈറ്റേഴ്സ് മുന്നിലേക്ക് വരുന്നത് അല്ലേ. നമുക്കറിയാം എപ്പോഴും ഒരു ഫ്ലോയിലേക്ക് തന്നെ അല്ലെങ്കിൽ ആ ഫ്ലോ അനുസരിച്ച് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കാനാണെങ്കിൽ എല്ലാം ഈസിയാണ്. നമ്മൾ എപ്പോഴാണോ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്നത് ആ യൂഷ്വൽ ഫ്ലോയിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ ശ്രമിക്കുന്നത് അപ്പോഴായിരിക്കും നമുക്കൊരു നല്ല ഡിഫറൻസ് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത് അല്ലേ. സോ എംസന്റെ പ്രത്യേകത അങ്ങനെയാണ്. എപ്പോഴും നല്ല നല്ല ഡിഫറൻസസും നല്ല നല്ല മാറ്റങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് എഴുതുന്ന ഒരു റൈറ്റർ ആയിരുന്നു. അപ്പൊ സെറ്റ് എക്സാമിന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു റൈറ്ററാണ് എംസൺ. The book is organized around 7 types of ambiguity that Emerson finds in the poetry he discusses. അപ്പോൾ എംസൺ കുറച്ച് പോം ആദ്യം സെലക്ട് ചെയ്യും. ഓക്കെ, കുറച്ച് പോയിംസ് ആദ്യം സെലക്ട് ചെയ്യും. എന്നിട്ട് ഇതിനെക്കുറിച്ച് ഇദ്ദേഹം സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിലാണ് ഇദ്ദേഹം ഈ ഒരു 7 types of ambiguity ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ചധികം പോംസ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലൂടെയാണ് ഈ 7 types of ambiguityയെ കുറിച്ച് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുന്നത്. 7 types of ambiguity assured in New Criticism in the United States. The book is a guide to a style of literary criticism practiced by Emerson. Okay, അപ്പോൾ 7 types of ambiguity എന്ന് പറയുന്നത് ന്യൂ ക്രിറ്റിസിസം എന്ന ബുക്കിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയൊരു മാനിഫെസ്റ്റോയാണ്. ന്യൂ ക്രിറ്റിസിസം എന്ന തിയറിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയൊരു മാനിഫെസ്റ്റോ ആണ്. ഇനി അതുപോലെ തന്നെ ന്യൂ ക്രിറ്റിസിസവുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദ ക്ലെയിംസിനും ആൻസർ കൊടുക്കാനായിട്ട് ഈ ഒരു പുസ്തകത്തിന് സാധിച്ചിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ 1930 പബ്ലിഷ് ചെയ്യുന്ന എംസന്റെ പുസ്തകത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 7 types of ambiguity. ആംബിഗ്യൂറ്റി എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. എന്തായിരിക്കും? കൺഫ്യൂഷൻ എന്നാണ് അല്ലെ. നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള കൺഫ്യൂഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആംബിഗ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, കൺഫ്യൂഷൻ അഥവാ ഡിലേമ എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയതിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വാട്ട് ഈസ് ആംബിഗ്യൂറ്റി എന്ന ഐഡിയ ആണ്. ഓക്കെ, എന്താണ് ആംബിഗ്യൂറ്റി എന്ന് പറയുന്നത്? Ambiguity is represented as a puzzle to Emerson. എംസനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും നോക്കുമ്പം ആംബിഗ്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ മുന്നിലുള്ള ഒരു പസിലാണ് അല്ലേ. ലൈഫിൽ തന്നെ നമ്മൾ എന്തുമാത്രം പസിൽസും ഹാഡിൽസും ഫേസ് ചെയ്തുകൊണ്ട് ആ ദിവസവും മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ദിവസവും അടുത്ത ദിവസത്തിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ. സോ ഇതേപോലെ കുറച്ചധികം ആംബിഗ്യൂട്ടീസ് ആണ് ഈ പറയുന്ന എന്താണ് അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ആണ് ഈ പറയുന്ന നമ്മുടെ ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഈ ആംബിഗ്യൂട്ടീസിനെയൊക്കെ തന്നെ നമ്മൾ പസിൽസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പസിലിന്റെ ഇന്റൻഷൻ എന്താ നിങ്ങൾക്ക് തന്നെ അറിയാം. പസിൽ ഈസ് ടു സോൾവ് എന്നാണ് പറയുന്നത് അല്ലെ. പസിൽസിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? അത് സോൾവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സോ ആംബിഗ്യൂട്ടീസിന്റെയും ഒരു ഹിഡൻ അജണ്ട അത് തന്നെയാണ്. ഇറ്റ് ഈസ് ടു ബി സോൾവ്ഡ്. We have ambiguity when the alternative views might be taken out without sheer misreading. Emerson reads poetry as an exploration of conflicts within the author. Okay, അപ്പോൾ ഓതറിന്റെ ഉള്ളിൽ തന്നെയുള്ള കുറച്ചധികം ഡിലേമാസ് ഉണ്ടാവും, കൺഫ്യൂഷൻസ് ഉണ്ടാവും അല്ലേ. അതിനെയൊക്കെ തന്നെ എക്സ്പ്ലോർ ചെയ്ത് അതിനൊക്കെയുള്ള ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ശരിക്കും ഒരു പോയിട്രിയുടെ ഉദ്ദേശ ലക്ഷ്യം ഇല്ലേ. അതായത് നമുക്കുണ്ടാവുന്ന കൺഫ്യൂഷൻസ്, നമുക്ക് ധാരാളം കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കൺഫ്യൂഷൻസിൽ നിന്നായിരിക്കും ഒരുപക്ഷെ നമുക്ക് ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ജഡ്ജ്മെന്റ്സിനെ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പോയിട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ബുക്കൊക്കെ നന്നായിട്ട് പഠിച്ചു വെച്ചോണം. നിങ്ങൾക്ക് ഇതൊക്കെ എന്താണ് HSSTക്ക് ആയാലും അതുപോലെ തന്നെ പിന്നീട് ക്ലാസ് എടുക്കാനായിട്ടൊക്കെ ആയാലും ആവശ്യം വരുന്നതാണ്. 7 types of ambiguity മിക്ക ഇംഗ്ലീഷ് സ്കോളേഴ്സിൻ്റെയും കൈവശമുള്ള ഒരു പുസ്തകം തന്നെയാണ്. ഓക്കെ, നമ്മുടെ MH എബ്രാംസിന്റെ ബുക്ക് നമ്മൾ കൊണ്ട് നടക്കുന്നത് പോലെ ഒരു ബുക്ക് തന്നെയാണ് ഇതും. അപ്പൊ ഈ ആംബിഗ്യൂറ്റിക്ക് 7 types ഉണ്ടെന്നല്ലേ പറഞ്ഞത്. ഓരോന്നും നമുക്കൊന്ന് മനസ്സിലാക്കി പോയാലോ. The first type of ambiguity is the metaphor. That's when two things are said to be alike which have different properties. This concept is similar to that of metaphysical conceit. Okay, metaphysical conceit നമുക്കറിയാം. സയന്റിഫിക് ആയിട്ടുള്ള ആംഗിളിലൂടെ പോയിട്രിയെ നോക്കിക്കാണൂ, എന്നിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യൂ എന്നൊക്കെയാണ് ഈ മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് നമ്മളോട് പറയുന്നത്. വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ് എന്ന ഡണ്ണിന്റെ പോം എടുത്താൽ നമ്മളൊക്കെ ക്യൂരിയസ് ആവും, അല്ലെങ്കിൽ നമുക്കൊക്കെ വളരെയധികം അതിശയം തോന്നുന്ന ഒരു പോമാണ് അല്ലേ. അതായത് 2 ലവേഴ്സിനെ 2 legs of a compass ആയിട്ടാണ് അവിടെ നമ്മുടെ റൈറ്റർ കമ്പയർ ചെയ്യുന്നത്. സോ അത്രത്തോളം വലിയ കമ്പാരിസൺസ് ഒക്കെ അവിടെ നടത്താനായിട്ട് ഈ ഒരു റൈറ്റർക്ക് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, സോ 7 types of ambiguityയിൽ ആദ്യം തന്നെ വരുന്ന ഒരു ആംബിഗ്യൂറ്റിയാണ് മെറ്റഫർ എന്ന് പറയുന്നത്. 2 or more things are resolved into one. Emerson characterizes this as using 2 different metaphors at once. The 2 ideas that are connected through context can be given in one word simultaneously. Okay, 2 or more things
more meanings that do not agree but combine to make clear a complicated state of mind in the author. Okay, അതായത് ഈ കമ്പാരിസൺ എടുക്കുന്ന കാര്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഐഡിയാസ് തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകണമെന്നൊന്നുമില്ല. നമ്മൾ മെറ്റഫർ യൂസ് ചെയ്തിട്ട് അതിനകത്തിൽ ഒരു സിമിലാരിറ്റി കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഒരു ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. When the author is discovering his idea in the act of writing, Emerson describes a simile that lies halfway between two statements made by the author. നമുക്കറിയാം സിമിലി യൂസ് ചെയ്യാനായിട്ട് ഇല്ലേ, അസും ലൈക്കും വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സിമിലിയാണ് വരുന്നത്. ആസ് ആൻഡ് ലൈക്ക് കമ്പൈൻഡ് ആയിട്ട് വരുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് സിമിലിയാണ്. സോ അതാണ് അതിൻ്റെ ഒരു മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സോ സിമിലീസ് ഒക്കെ നമുക്ക് ധാരാളമായിട്ട് എവിടെ കാണാനായിട്ട് സാധിക്കും? പോംസ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ മെറ്റഫറിക്കൽ ആയിട്ടുള്ള കമ്പാരിസൺസും നമുക്ക് പോയിട്രിയിൽ കോമൺ ആണ്. ഓക്കെ, മെറ്റാഫിസിക്കൽ കൺസൈറ്റ്സ് എന്ന ഐഡിയ പറയുന്നത് നമ്മുടെ ഡൺ ആണ്. സോ അതിനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് ക്ലബ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം മെറ്റഫർ എന്നുള്ളതാണ്, മെറ്റഫറിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആണ് ഫസ്റ്റ് ആംബിഗ്യൂറ്റിയിൽ പറയുന്നത്. സോ അതിനുള്ള പല ജസ്റ്റിഫിക്കേഷൻസ് എംസൺ തന്നെ തന്നിട്ടുണ്ട്. ഇനി നമ്മളും കുറേ പോംസും കാര്യങ്ങളും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. എംസണോളം നോളജ് ഇല്ലെങ്കിൽ പോലും നമുക്കും കുറേ കാര്യങ്ങളൊക്കെ ലിറ്ററേച്ചറിൽ നിന്ന് അറിയാം. സോ അങ്ങനെ നിങ്ങൾക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന മെറ്റഫേഴ്സിനെയും ഈ ഒരു കാറ്റഗറിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ ആംബിഗ്യൂറ്റി അല്ലേ അവിടെ വരുന്നത്. അതായത് പെട്ടെന്ന് ഇങ്ങനെ ഒരു മെറ്റഫർ നമ്മൾ റീഡേഴ്സിന്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അവർക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുന്നത്? അതായത് ഒരു മാച്ചും ഇല്ലാത്ത, ഒരു സിമിലാരിറ്റിയും ഇല്ലാത്ത രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിനെ തമ്മിലാണ് ക്ലബ് ചെയ്ത് ഒരു ലിങ്ക് കൊണ്ടുവരാനായിട്ട്, എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. Two words that given the context are opposites that expose a fundamental division in the author's mind. Okay, അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഈ രണ്ട് വേർഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഓപ്പോസിറ്റ്സ് ആയിരിക്കും. ഓക്കെ, ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തമ്മിലായിരിക്കും ഒരു ബ്രിഡ്ജ് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ഒരു ഡിവിഷൻ കൊണ്ടുവരാനായിട്ട് നമ്മുടെ റൈറ്റർ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ആംബിഗ്യൂറ്റിയിൽ ഫസ്റ്റ് വൺ, മെറ്റഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആംബിഗ്യൂറ്റി നമുക്ക് മെറ്റഫറുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ്. 7 ടൈപ്സിലുണ്ട്. ഇനി നമ്മൾ 1, 2, 3 എന്നുള്ള ഓർഡറിൽ ഓരോ ടൈപ്സും നോക്കി പോകുന്നുണ്ട്. ഓക്കെ, കുറേ ടൈപ്സിലുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ടൈപ്പാണ് വരുന്നത്? ഇനി എക്സാമിന് വിച്ച് ഇസ് ദ 5th ടൈപ്പ് ഓഫ് ആംബിഗ്യൂറ്റി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണ്ടേ? സോ ആ ഒരു പോയിന്റിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ക്ലബ് ചെയ്താണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാം, വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചേ, ഫസ്റ്റ് ടൈപ്പ് ഓഫ് ആംബിഗ്യൂറ്റി. The first type of ambiguity is the pronunciation or speech that comprises various alternative reactions due to verbal nuance. Okay, മെറ്റഫറിന്റെ കാര്യമൊക്കെയാണ് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാലും ഫസ്റ്റ് ടൈപ്പ് ഓഫ് ആംബിഗ്യൂറ്റി ഫോക്കസ് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് പ്രൊനൗൺസിയേഷൻ ആണ്. ഓക്കെ, വേർഡ്സ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് വലിയൊരു ഐഡിയ ആണ്, അല്ലെങ്കിൽ വലിയൊരു സംഭവമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇല്ലേ. ഇപ്പോൾ ഇംഗ്ലീഷിലും എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് ബ്രിട്ടീഷ് ഇംഗ്ലീഷും ഉണ്ട്, അമേരിക്കനും ഉണ്ട്. അതിനകത്ത് തന്നെ പല ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ഓരോ സൗണ്ടും പ്രൊനൗൺസ് ചെയ്ത് സിലബിളിനൊക്കെ തന്നെ സ്ട്രെസ് കൊടുക്കേണ്ടടുത്ത് കൊടുത്തും ഇനി സ്ട്രെസ് വരുന്നിടത്ത് അതും മനസ്സിലാക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേർഡ്സ് ഒക്കെ തന്നെ ആറ്റർ ചെയ്യുന്നത് അല്ലേ. സോ however, Emerson suggests that it should not be stretched too far due to fear of it becoming absurd. Such meanings, he argues, come from the analysis of words. See, ഇംഗ്ലീഷ് അറിയാവുന്നവരുടെയും എന്നാൽ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും ഏറ്റവും വലിയൊരു ഭയം എന്ന് പറയുന്നത് അത് എഴുതാനാവില്ല, അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യും എന്നുള്ളത് തന്നെയായിരിക്കും. ഓക്കെ, നിങ്ങൾ സ്കോളേഴ്സുമായിട്ടൊക്കെ സംസാരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സുമായിട്ടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം, ഇംഗ്ലീഷ് എഴുതുന്നതിലുപരി അവരെ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഭയം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യും എന്നുള്ളതാണ്. പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അതിനകത്ത് തെറ്റ് വരാൻ സാധ്യതയുണ്ടോ, അത് ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവോ നമ്മൾ പറയുമ്പോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവരെ ഏറ്റവും കൂടുതൽ ബോധർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ആംബിഗ്യൂറ്റി ആയിട്ട് ഈ പറയുന്ന പ്രൊനൗൺസിയേഷനെ എടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, നമുക്ക് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് കൃത്യതയില്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് അത് മനസ്സിലാകണം എന്നില്ല ഇല്ലേ. ഇപ്പോൾ ഫ്ലവർ എന്നുള്ളതിനെ നമ്മൾ ബയർ എന്ന് പറയുകയാണ് എങ്കിൽ അതിനകത്ത് തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഇല്ലേ. ഇത് നമ്മൾ എഴുതിയും കാണിക്കുന്നില്ല, ഒരാളിനോട് അറ്റർ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അവർ ഫ്ലവർ എന്ന് നമുക്ക് വായിക്കാൻ അറിയില്ല എന്ന് തന്നെ മനസ്സിലാക്കത്തുള്ളൂ, അല്ലെങ്കിൽ ബയർ എന്നാണ് നമ്മൾ മീൻ ചെയ്തത് എന്ന് വിചാരിച്ചു. സോ അങ്ങനെയുള്ള സമയത്ത് ധാരാളം കോണ്ടെക്സ്റ്റുവൽ ആയിട്ടുള്ള ഇറേഴ്സ് ഒക്കെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ കുറേ സർവേസ് ഒക്കെ നടത്തിയിട്ട് എംസൺ ഇങ്ങനെ ഒരു ബുക്കൊക്കെ തയ്യാറാക്കുന്നത്. It's actually the problem of pronunciation and its understanding in a context that depends on the various comparisons through antitheses and similarities. The words causing such ambiguity are most comparative adjectives, rhythmic meanings, and subdued metaphors. He cites examples from Alexander Pope, Ben Jonson, Robert Browning, William Morris, Robert Spencer, and
എഡ്മണ്ട് സ്പെൻസർ അല്ല കേട്ടോ, റോബർട്ട് സ്പെൻസർ ആണേ. ആൻഡ് ക്രിസ്റ്റഫർ മാർലോ. ഓക്കെ, അപ്പൊ കുറേ എക്സാമ്പിൾസ്, കുറേ പോപ്പുലർ റൈറ്റേഴ്സിന്റെ എക്സാമ്പിൾസ് ഒക്കെ എടുത്തിട്ടുണ്ട്. എംസൺ ഓൾസോ ആഡ്സ് ആൻ annexure about British irony, dramatic irony and its role in creating ambiguity through verbal nonsense. ഓക്കെ, നമ്മൾ ഈ ഡ്രാമാറ്റിക്കൽ ഐറണി ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത്, അതായത് ഐറോണിക്കൽ ആയിട്ടുള്ള സെന്റൻസുകളൊക്കെ കൊണ്ടുവരുമല്ലോ, ഒരാളിനെ ഒരാൾ ചെയ്ത ഒരു ആക്ടിവിറ്റിയെ റിഡിക്യൂൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യത്തിന്റെ ഒരു പ്രത്യേകത കാണിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ എടുത്തിട്ട് നമ്മൾ അതിനെ ഐറോണിക്കലായിട്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പം നമ്മുടെ പോംസും അതുപോലെ തന്നെ ഡ്രാമയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഡ്രാമാറ്റിക് ഐറണീസ് വളരെ കോമൺ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത്? അതിനകത്ത് ഇപ്പം ഫണ്ണി ആയിട്ട് വേണമെങ്കിലും നമുക്ക് യു ആർ ഗ്രേറ്റ് എന്ന് പറയാം, യു ആർ ഗ്രേറ്റ് എന്ന് നമുക്ക് ഒരാളിനെ സന്തോഷിപ്പിക്കാനായിട്ട് പറയാം, അല്ലെങ്കിൽ അവരുടെ ടാലൻറ്റ് കണ്ടിട്ട് പറയാം, അല്ലെങ്കിൽ ഒരു ബാഡ് ഇൻറ്റൻറ്റോട് കൂടിയാണ് ഒരു കാര്യം ചെയ്യുന്നത്, അതിനൊരു നല്ല റിസൾട്ട് കിട്ടുന്നില്ല എങ്കിലും യു ആർ ഗ്രേറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് അവരെ ഐറോണിക്കലായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. സോ ആ സമയത്ത് നമ്മൾ വളരെയധികം അലേർട്ട് ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് എന്താണ് അവിടെ ആ ഒരു വ്യക്തി ഉദ്ദേശിച്ചത് അല്ലേ, അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റൽ മീനിങ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നല്ലൊരു ബോധറിങ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആംബിഗ്യൂറ്റി എന്ന് പറയുന്നത് എന്തുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ആൻസർ ഈസ് pronunciation. Second type of ambiguity എന്ന് പറയുന്നത്, this ambiguity comprises two alternative meanings of a word. Both of these alternative resolve into one when compared. Emerson has cited various examples of grammar from sonnets of Shakespeare. Okay, അപ്പോൾ ഇവിടെ നമ്മുടെ റൈറ്റർ ആർക്കാണ് ഫോക്കസ് കൊടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അതെ നമ്മുടെ മോസ്റ്റ് ഫേമസ് റൈറ്റർ ആയിട്ടുള്ള ഷേക്സ്പിയർക്കാണ് ഫോക്കസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഷേക്സ്പിയറിനെ കുറിച്ച് നമുക്ക് അറിയാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് 154 സോണറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എംസൺ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഷേക്സ്പിയറിന്റെ സോണറ്റുകളെല്ലാം കളക്ട് ചെയ്യുകയാണ്. കളക്ട് ചെയ്തിട്ട് അതിനകത്തിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ദ എക്സാമ്പിൾസ് ഓഫ് ഗ്രാമർ ഫ്രം ഹിസ് സോണറ്റ്സ്. ഷേക്സ്പിയറിന്റെ സോണറ്റുകളിൽ നിന്നും ഗ്രാമർ യൂസേജ് എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ടാണ് സിമിലർ ആയിട്ടുള്ള മീനിങ്സ് വരുന്നുണ്ടോ, സിമിലർ ആയിട്ടുള്ള മീനിങ്സ് വരുന്ന സമയത്ത് അവിടെ ഒരു ആംബിഗ്യൂറ്റി വരുന്നുണ്ടോ, ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടോ, ഇതൊക്കെയാണ് റൈറ്റർ ഇവിടെ കൂടുതലായിട്ടും മനസ്സിലാക്കുന്നത്. Geoffrey Chaucer has also used such a type of ambiguity in which a word may have double meanings but they ultimately resolve into one. It happens because of the use of double metaphors simultaneously. He refers to examples from T.S. Eliot about his revisions of the Shakespearean language. Okay? അതായത് ഈ ഷേക്സ്പിയറിയൻ ലാംഗ്വേജിനെ കൂടുതലായിട്ടും റിവൈസ് ചെയ്യാനായിട്ടും അതിനകത്ത് കൂടുതലായിട്ടും സ്റ്റഡീസ് നടത്താനുമായിട്ടും ഒക്കെ ശ്രമിച്ചിട്ടുള്ള ഒരു മോഡേൺ ക്രിറ്റിക്കാണ് നമ്മളുടെ T.S. എലിയറ്റ് അല്ലേ. അപ്പോൾ T.S. എലിയറ്റ് കൊണ്ടുവന്നിട്ടുള്ള ഫർദർ എക്സ്പ്ലനേഷൻസ് ഒക്കെ റൈറ്റർ ഇവിടെ കളക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് നമുക്ക് നല്ലൊരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ നല്ലൊരു പോയിന്റ് ഓഫ് വ്യൂ തരാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സെക്കൻഡ് ടൈപ്പ് ഓഫ് ആംബിഗ്യൂറ്റിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ആംബിഗ്യൂറ്റി എന്ന് പറയുന്നത് പ്രൊനൗൺസിയേഷനെയാണ് ഡീൽ ചെയ്യുന്നത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് ആംബിഗ്യൂറ്റി എന്തിനാണ് ഡീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഡബിൾ മീനിങ്ങിനെയാണ്. ആ ഒരു ഡബിൾ മീനിങ് ഒരു വേർഡിന് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന കൺഫ്യൂഷൻസിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് ഷേക്സ്പിയറിന്റെ പോയിന്റ് ഓഫ് വ്യൂ എടുത്തിട്ടുണ്ട്, ഷേക്സ്പിയറിന്റെ 154 സോണറ്റുകളുടെ ഒരു ക്ലാരിഫിക്കേഷൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് എംസൺ അവിടെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അടുത്തത് നമുക്കൊരു തേർഡ് ടൈപ്പ് ഓഫ് ആംബിഗ്യൂറ്റി വരുന്നുണ്ട്. ദിസ് ആംബിഗ്യൂറ്റി arises when two meanings that are apparently unconnected emerge simultaneously. Several puns of John Milton have double meaning that are not interconnected and yet they emerge simultaneously. Okay, അപ്പോൾ ഇവിടെയും ഡബിൾ മീനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ സെക്കൻഡ് ടൈപ്പ് ഓഫ് ആംബിഗ്യൂറ്റിയിൽ നമ്മുടെ വില്യം ഷേക്സ്പിയറിന്റെ 154 സോണറ്റുകൾക്കാണ് ഫോക്കസ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നമ്മുടെ മോസ്റ്റ് പോപ്പുലർ പോയിറ്റ് ജോൺ മിൽട്ടണെയാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. മിൽട്ടന്റെ പ്രത്യേകത അറിയാലോ, പാരഡൈസ് ലോസ്റ്റും പാരഡൈസ് റീഗെയിൻഡും ഒക്കെ ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കുകളാണ്. പാരഡൈസ് ലോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് 12 ബുക്കുകളുണ്ട്, 12 അധ്യായങ്ങളുണ്ട് അല്ലേ. അതിന്റെ ഒരു എക്സ്പ്രഷനാണ് ആ ഒരു വർക്കിൽ, ആ ഒരു പോയിട്രിയിൽ ഈ റൈറ്റർ ഡീൽ ചെയ്യുന്നത്. സോ വില്യം എംസൺ സൈറ്റ്സ് അതർ എക്സാമ്പിൾസ് ഫ്രം ആൻഡ്രൂ മാർവലിന്റെ പ്രത്യേകത അറിയാമല്ലോ, ഇദ്ദേഹത്തിനും ധാരാളമായിട്ടും പോയിട്രിയിൽ ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഡോക്ടർ ജോൺസൺ ആൻഡ് അലക്സാണ്ടർ പോപ്പ്, ഈവൻ ഡേവിഡ് ഹെർബർട്ട്, തോമസ് ഗ്രേ ആൻഡ് വില്യം ഷേക്സ്പിയർ ഹാവ് യൂസ്ഡ് സം ടൈപ്സ് ഓഫ് ജനറലൈസ്ഡ് allegories. The most important point that Emerson presents is that when two notions of the ambiguity are most sharply and concisely detached from one another, that finds oneself forced to question its value. Okay, അതായത് നമ്മൾ ഈ ആംബിഗ്യൂറ്റീസ് വരുന്ന സമയത്ത്, കൺഫ്യൂഷൻസ് വരുന്ന സമയത്ത് രണ്ട് ആശയങ്ങൾ തമ്മിലാണ് ഒരു കൺഫ്യൂഷൻ വരുന്നതെങ്കിൽ ഒന്നിന് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മറ്റേതിനും നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കണം ഇല്ലേ.
ഇപ്പോൾ ഒന്നിനെ നമുക്ക് ഹൈ വാല്യൂവിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേതിനെയും അതേ രീതിയിൽ ട്രീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കൂ, അതിനുള്ള ഒരു നല്ല ജനറലൈസ്ഡ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ രണ്ട് നോഷൻസിനെ, രണ്ട് ചിന്താഗതികളെ എടുക്കുകയാണ്. അത് തമ്മിൽ ദ മോസ്റ്റ് ഷാർപ്ലി ആൻഡ് കൺസൈസ്ലി ഡിറ്റാച്ച്ഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അതായത് രണ്ട് ഐഡിയാസ് എടുത്തു, രണ്ടിനെയും തമ്മിൽ നമ്മൾ ഡിറ്റാച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അങ്ങനെയാണെങ്കിൽ ഒന്നിന് നമ്മളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണെങ്കിൽ മറ്റേത് എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം, ഇല്ലേ? ഇപ്പൊ സിമ്പിളായിട്ട് നമ്മളിവിടെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു വാക്ക് എടുക്കുകയാണ്. ഓക്കെ, വാച്ച് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വേർഡാണ്, പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ ഇതാ വന്നത്, വാച്ച്. ഓക്കെ, അപ്പോൾ ഈ വാച്ച് എന്ന് പറയുന്ന വേർഡ് നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വേർഡ്, അതായത് ഈ വാച്ചിന്റെ മീനിങ് ഇത് വെർബായിട്ട് വരുമ്പം സി എന്നാണ് എന്ന് നമ്മൾ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ദ അതർ വേർഡ് ഇതിൽ നിന്നും ഡിഫറെൻ്റ് ആയത്? ദാറ്റ് മീൻസ് ഈ ഒരു വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ പറഞ്ഞേ മതിയാവും, അല്ലേ? അതായത് ഈ ഒരു ഫസ്റ്റ് ഐഡിയയെ നമ്മൾ രണ്ടാമത്തതിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഫസ്റ്റ് വൺ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് വണ്ണിനുമുള്ള ഏറ്റവും നല്ല എക്സ്പ്ലനേഷൻ കൊടുക്കണം എന്നാണ് ഇവിടെ എംസൺ ക്ലെയിം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആംബിഗ്വിറ്റി ഈസ് ഓൾ അബൌട്ട് എന്താണ് pronunciation. The second ambiguity is about the usage of words, and you can also see that there are confusions arised and there will be double meanings occurred. ഇനി തേർഡ് ആയിട്ടുള്ള ആംബിഗ്വിറ്റി എന്ന് പറയുന്നത് രണ്ടാമത്തെ ആംബിഗ്വിറ്റിയുടെ ഒരു ഫർദർ എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, രണ്ടാമത്തെ ആംബിഗ്വിറ്റിയുടെ ഫർദർ എക്സ്പ്ലനേഷൻ ആണ് തേർഡ് ആംബിഗ്വിറ്റി എന്ന് പറയുന്നത്. Fourth type of ambiguity എന്ന് പറഞ്ഞാൽ, this type of ambiguity arises when a word has two alternate meanings. Okay, ഒരു വാക്കിന് രണ്ട് alternate meanings ഉണ്ടാകുമ്പോഴാണ് fourth type of ambiguity ഉണ്ടാവുന്നത്. Both or more of such meanings combine to clarify the intention of the writer through interpretation. അപ്പം നമ്മൾ മൂന്നാമത്തെ കേസിൽ എന്തായിരുന്നു ചെയ്തത്? രണ്ട് വേർഡ്സിനെ നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി അത് തമ്മിലുള്ള ഡിഫറൻസസ് ഐഡന്റിഫൈ ചെയ്തിട്ട് എങ്ങനെയാണ് ഈ രണ്ട് വാക്കുകളും തമ്മിൽ വ്യത്യാസം വരുന്നതെന്ന് മനസ്സിലാക്കി. അന്നേരം നമ്മൾ പറഞ്ഞത് ഒരു നോഷനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ വി ആർ റെസ്പോൺസിബിൾ ഫോർ എക്സ്പ്ലെയിനിങ് ദ സെക്കൻഡ് നോഷൻ ടു, ആ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞു. ഇനി മൂന്നാമത്തെ കേസിൽ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള ആംബിഗ്യസ് സെന്റൻസുകൾ ഉണ്ടാകുമ്പോൾ, കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്തിരിക്കണം? ദ ക്ലാരിഫിക്കേഷൻ ഓഫ് ദ റൈറ്റർ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഷുഡ് ബി ആഡഡ്. നമ്മൾ എന്തിനായിരിക്കണം പ്രയോറിറ്റി കൊടുക്കേണ്ടത്? നമ്മുടെ റൈറ്റർ അവിടെ പറഞ്ഞിട്ടുള്ള ക്ലാരിഫിക്കേഷൻ എന്താണോ, റൈറ്റർ ആണല്ലോ, ഒരു റൈറ്റർക്ക് അല്ലെങ്കിൽ ഒരു പോയിറ്റിന് പോയിറ്റിക് ലൈസൻസ് ഉണ്ട്. സോ അത് പ്രകാരം ആ ഒരു റൈറ്റർക്ക് റൈറ്ററിൻ്റെതായിട്ടുള്ള ക്ലാരിഫിക്കേഷൻസും ജഡ്ജ്മെന്റ്സും നിരത്താനായിട്ടുള്ള ഒരു അവകാശമുണ്ട്, അല്ലേ? സോ അതിനൊക്കെ ഫോക്കസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ആശയമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആംബിഗ്വിറ്റി, സെക്കൻഡ് ആംബിഗ്വിറ്റി, തേർഡ് വൺ, ആൻഡ് നൗ വി ആർ ഡിസ്കസിങ് ദ ഫോർത്ത് ആംബിഗ്വിറ്റി. ഇനി നമുക്ക് മൂന്ന് ആംബിഗ്വിറ്റീസും കൂടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. Emerson has represented several words from the poems of John Donne and William Shakespeare. Even John Donne and Anthony Hopkins have used such words. Although Emerson also praises Alexander Pope for using such words, he states that William Wordsworth could not achieve this ambiguity, and his Tintern Abbey is failed case in this connection. Okay, അതായത് നമുക്കിവിടെ എന്താണ്, വില്യം ഷേക്സ്പിയറിൻ്റെയും ഡണ്ണിൻ്റെയും ഒക്കെ എക്സ്പ്ലനേഷൻ നമ്മൾ എടുത്തു. എന്നിട്ട് ഇവിടെ നമ്മൾ വില്യം വേൾഡ്സ്വർത്ത് ഇല്ലേ, നമ്മുടെ പോപ്പുലർ ആയിട്ടുള്ള റൊമാൻറ്റിക് പോയിറ്റ്, അദ്ദേഹത്തിനെയും കൂടെ കൺസിഡർ ചെയ്തു. ആൻഡ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദാറ്റ് വില്യം വേൾഡ്സ്വർത്ത് കുഡ് നോട്ട് അച്ചീവ് ദിസ് ആംബിഗ്വിറ്റി ആൻഡ് ഹിസ് ടിൻറ്റേൺ അബായ് ഈസ് എ ഫെയിൽഡ് കേസ് ഇൻ ദിസ് കണക്ഷൻ. അതായത് നമ്മുടെ ടിൻറ്റേൺ അബായ് എന്ന് പറയുന്നത് വേൾഡ്സ്വർത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പോമാണ്. സോ അതിനകത്തിൽ വരുന്ന ഒരു മിസ്മാച്ച് ആണ് ഇവിടെ എംസൺ ഡിക്ലെയർ ചെയ്യാനായിട്ട് പോകുന്നത്. എംസൺ പറയാണ്, റൈറ്ററിന്റെ ഇന്റർപ്രിട്ടേഷനും അതുപോലെ തന്നെ റൈറ്റർക്ക് എപ്പോഴും റൈറ്ററിൻ്റെതായിട്ടൊരു ലെങ്സ് ഉണ്ടാവും. ആ ഒരു ലെങ്സിലൂടെ ആയിരിക്കും റൈറ്റർ ഒരു പോയിന്റിനെ മനസ്സിലാക്കുന്നത്, ഇല്ലേ? ആ ഒരു പോയിന്റിലൂടെ കാര്യങ്ങളെ മനസ്സിലാക്കിയതിനുള്ള ഇന്റർപ്രിട്ടേഷൻ എന്ത് ചെയ്തിരിക്കണം? താഴെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണക്ഷൻ എടുത്തിട്ടുള്ളത്, ആ കണക്ഷന്റെ ഫെർദർ എക്സ്പ്ലനേഷൻ എങ്ങനെയാണ്, അതിന്റെ ഫെർദർ ഇന്റർപ്രിട്ടേഷൻ എങ്ങനെയാണ്, ഇതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? ഈ റൈറ്റർ മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ റൈറ്ററിന്റെ കയ്യിൽ അതിന് മാച്ച് ആയിട്ടുള്ള ക്ലെയിംസ് ഉണ്ടായിരിക്കണം. സോ ടിൻറ്റൺ അബായുടെ കേസിൽ അങ്ങനെയുള്ള ഒരു ക്ലെയിം അല്ലെങ്കിൽ മാച്ച് വരുന്നില്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇതൊരു ഫെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഫെയിൽഡ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് എന്ന് എംസൺ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഫിഫ്ത്ത് ആംബിഗ്വിറ്റി എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഈ ആംബിഗ്വിറ്റി പഠിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ എലിമിനേറ്റ് ചെയ്യേണ്ട ഒന്നാണ് കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ആംബിഗ്വിറ്റീസിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എംസൺ ഇങ്ങനെ ഒരു ബുക്ക് ഇറക്കിയതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇൻട്രസ്റ്റിംഗ്ലി, Emerson calls this type of ambiguity a fortunate confusion. He states that an author discovers such an idea when he is engaged in the act of writing and keeps this idea in mind.
Even it occurs when the author is not writing. Shelley is an example of using such ideas. Often these ideas are in the shape of similes that lie halfway between two statements. Okay? അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിന്റെ ഇടയിൽ halfway ലൈ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ വരുന്നത്. ഷെല്ലി ഒരുപാട് ഐഡിയാസ് ഇതുപോലെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എല്ലാം ഒന്നും സക്സസ്ഫുൾ അല്ലെങ്കിൽ പോലും നമ്മുടെ ഷെല്ലിയും ഈ ഒരു പോയിന്റിലേക്ക് ഐഡിയാസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഏജ് വൈസ് ലിറ്ററേച്ചർ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എംസൺ ഇങ്ങനെ ഒരു അറ്റംപ്റ്റിന് മുതിർന്നിരിക്കുന്നത് അല്ലേ. അതായത് ആദ്യകാല റൈറ്റേഴ്സിനെ ആദ്യം എടുത്തിട്ടുള്ളത് ഫസ്റ്റ് ആംബിഗ്യൂറ്റി, സെക്കൻഡ് ആംബിഗ്യൂറ്റി ഒക്കെ എന്ന് പറയുന്നത് ഷേക്സ്പിയറും നമ്മുടെ ജെഫ്രി ചോസറും ഒക്കെ അടങ്ങിയിട്ടുള്ള ആംബിഗ്യൂറ്റിയാണ്. മിൽട്ടൺ അടക്കമുള്ള റൈറ്റേഴ്സിന് അവിടെ ഒരു റോൾ കൊടുത്തിട്ടുണ്ട്. പിന്നീട് വന്ന ആംബിഗ്യൂറ്റീസിൽ അദ്ദേഹം നെക്സ്റ്റ് ജനറേഷൻ റൈറ്റേഴ്സിനെ, അതായത് നമ്മുടെ റൊമാൻറ്റിക് റൈറ്റേഴ്സിനെ വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഷെല്ലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ he also cites an example of the argument put forward by Swinburne in his writings. Emerson states that metaphysical poets were trying to use such ambiguity as Andrew Marvell and Vaughan did. രണ്ടുപേരും ഫേമസ് ആയിട്ടുള്ള മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് ആണ്. The example of impression and meteor in The Unfortunate Lover by Andrew Marvell is a case in this point. Okay? അപ്പോൾ നമ്മൾ കൺഫ്യൂഷൻസ് കൊണ്ടുവരികയാണെങ്കിൽ അതിനകത്തിൽ കൃത്യമായിട്ട് റൈറ്ററിൻ്റെതായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ വന്നിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എംസൺ പറയുന്ന ഒരു കാര്യമാണ് റൈറ്റർക്ക് റൈറ്ററിൻ്റെതായിട്ടുള്ള ലെൻസിലുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും, എന്നാൽ അതിനുള്ള ഇന്റർപ്രിട്ടേഷനും ഫെർദർ ജഡ്ജ്മെന്റ്സും ഒക്കെ കൊടുക്കേണ്ടത് ആരാണ്? റൈറ്റർ തന്നെയാണ്. അത് ആ ഒരു വർക്കിൽ തന്നെ ആഡ് ചെയ്തിരിക്കുകയും വേണം. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഫിഫ്ത്ത് ടൈപ്പ് ഓഫ് ആംബിഗ്യൂറ്റിയിൽ പറയുന്നത്. അപ്പം എംസന്റെ 7 ടൈപ്സ് ഓഫ് ആംബിഗ്യൂറ്റിയിൽ ഫിഫ്ത്ത് ടൈപ്പ് ഓഫ് ആംബിഗ്യൂറ്റിയിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഐഡിയ ഇതാണ്. ഇനി നോക്കി സിക്സ്ത് ടൈപ്പ് ഓഫ് ആംബിഗ്യൂറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ദിസ് ടൈപ്പ് ഓഫ് ആംബിഗ്യൂറ്റി ഹാപ്പൻസ് വെൻ ദർ ഇസ് നത്തിങ് റെലവൻറ്റ് or it's the use of tautology to say something, or it's a contradiction of what is said or something else, forcing the reader to invent his own meanings or interpretation. അതായത് ഇവിടെ നമ്മൾ നമ്മുടെ ഫിഫ്ത്ത് ടൈപ്പ് ഓഫ് ആംബിഗ്യൂറ്റിയെ ഫർദർ ജസ്റ്റിഫൈ ചെയ്യാനായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് we can force the reader to invent his own meanings or interpretation. ഇവിടെ റീഡർ ഫ്രീ ആണ്. അതായത് നമ്മുടെ ഫിഫ്ത്ത് ടൈപ്പ് ഓഫ് ആംബിഗ്യൂറ്റി വരുമ്പോൾ അവിടെ റൈറ്ററിന്റെ ഇന്റർപ്രിട്ടേഷൻ വന്നിട്ടുണ്ടാവും, അത് മനസ്സിലാക്കണം. ഇനി അതിന്റെ ഫർദർ എക്സ്പ്ലനേഷൻസ് അറിയണം, എന്നിട്ട് മാത്രമേ റീഡർക്ക് ഒരു ജഡ്ജ്മെന്റിൽ എത്താൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇവിടെ വരുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ റീഡറിനെ ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ റീഡർ ഇവിടെ ഒരു ഫ്രീ ബേർഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ റീഡർക്ക് ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അനാലിസിസുകൾ കൊടുക്കാനായിട്ട് സാധിക്കും. The interpretation of the reader often conflict with each other. In fact, it's a strategy to force readers to pay more attention. ഇല്ലേ, നമ്മുടെ മോഡേൺ റൈറ്റേഴ്സ് ഒക്കെ വന്ന കാലം മുതലേ ഉള്ള ഒരു സ്ട്രാറ്റജി ആയത്. അതായത് നമ്മളെപ്പോഴും റീഡേഴ്സിനെ പാസീവ് ആക്കി നിർത്താതെ അവരെ ആക്റ്റീവായിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് ഇല്ലേ. അങ്ങനെ ആക്റ്റീവാക്കി നിർത്തി കഴിഞ്ഞാൽ ഉള്ള ഒരു ഗുണം എന്ന് പറയുന്നത് റീഡേഴ്സ് ഫുൾ ടൈം ആ ഒരു വർക്ക് വായിക്കുന്ന സമയത്ത് അവർ ആക്റ്റീവ് ആയിരിക്കും, അവരുടേതായിട്ടുള്ള കൂടുതൽ ജനറൽ അനാലിസിസുകൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ഇനി അതുപോലെ തന്നെ അവർ ഭയങ്കരമായിട്ട് അവരുടെ ഒരു ക്രിയേറ്റീവ് ലെവൽ ഉയർത്താനായിട്ടൊക്കെ ശ്രമിക്കും. ഓക്കെ, സോ അതാണ് സിക്സ്ത് ടൈപ്പ് ഓഫ് ആംബിഗ്യൂറ്റിയിൽ പറയുന്നത്. അപ്പോൾ ഫിഫ്ത്ത് ടൈപ്പ് ഓഫ് ആംബിഗ്യൂറ്റി എന്ന് പറയുന്നത് റൈറ്റർ ഇന്റർപ്രിട്ടേഷൻസിന് ഫോക്കസ് കൊടുക്കുകയായിരുന്നുവെങ്കിൽ സിക്സ്ത് ടൈപ്പ് ഓഫ് ആംബിഗ്യൂറ്റി വരുമ്പോൾ അവിടെ റീഡറിൻ്റെതായിട്ടുള്ള പെർസ്പെക്റ്റീവ്സിനാണ് പ്രാധാന്യം വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഷേക്സ്പിയറിയൻ എക്സാമ്പിൾസ് എടുക്കാം. He cites examples from Alexander Pope, William Shakespeare, Alfred Lord Tennyson and David Herbert. Okay, further we can also see that he cites examples from W.B. Yeats because of the impact of their ambiguity has shown on 19th century writings. ഇപ്പോൾ ഈറ്റ്സിൻ്റെ ഒക്കെ റൈറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ റൈറ്റർക്ക് ഒരു പോയിന്റ് ഉള്ളതുപോലെ തന്നെ റീഡർക്ക് ഒരു പോയിന്റ് വരുന്നുണ്ട് അല്ലേ. റീഡർക്ക് റീഡറിൻ്റെതായിട്ടുള്ള ജഡ്ജ്മെന്റ്സ് നിരത്താനായിട്ടും അതിനെ ബേസ് ചെയ്ത് പോയിന്റ് ഓഫ് വ്യൂസ് പറയാനായിട്ടും ഒക്കെ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് സിക്സ്ത് ടൈപ്പ് ഓഫ് ആംബിഗ്യൂറ്റി വരെ വരുമ്പം ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ആംബിഗ്യൂറ്റി എന്ന് പറയുന്നത് പ്രൊനൗൺസിയേഷന് ഫോക്കസ് കൊടുക്കുന്നതായിരുന്നു. സെക്കൻഡ് ആംബിഗ്യൂറ്റി വരുമ്പോൾ നമ്മൾ ഡബിൾ മീനിങ്ങിനെ കുറിച്ചായിരുന്നു മനസ്സിലാക്കിയത്. തേർഡ് ആംബിഗ്യൂറ്റി നമ്മുടെ സെക്കൻഡ് ആംബിഗ്യൂറ്റിയുടെ ഫർദർ എക്സ്പ്ലനേഷൻ ആയിരുന്നു. ഫോർത്ത് വൺ വന്ന സമയത്ത് നമ്മൾ റൈറ്ററിന്റെ പോയിന്റ് ഓഫ് വ്യൂവിന് ഫോക്കസ് കൊടുത്തു. ഫിഫ്ത്ത് വണ്ണും പറയുന്നത് റൈറ്റർ ഇന്റർപ്രിട്ടേഷൻസ് എന്തായാലും ഒരു റൈറ്റിംഗ്സിൽ വേണമെന്നാണ്. സിക്സ്ത് ആംബിഗ്യൂറ്റി വന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? റീഡർ ഇന്റർപ്രിട്ടേഷനും കൂടെ ഫോക്കസ് വരുന്നുണ്ട് അല്ലേ. പിന്നെ നമുക്ക് വരുന്നത് സെവൻത് ടൈപ്പ് ഓഫ് ആംബിഗ്യൂറ്റി ആണ്.
ദിസ് ഇസ് ദ മോസ്റ്റ് ആംബിഗ്യൂസ് ആംബിഗ്യൂറ്റി. ആംബിഗ്യൂറ്റി എന്ന് പറഞ്ഞാൽ തന്നെ കൺഫ്യൂഷൻ ആണ് അല്ലേ? അപ്പോൾ മച്ച് മോർ കൺഫ്യൂഷൻ വരുന്ന ഒരു ആംബിഗ്യൂറ്റിയാണ് സെവൻത് ടൈപ്പ് ഓഫ് ആംബിഗ്യൂറ്റി എന്ന് പറയുന്നത്. ഇതുവരെയുള്ള ആംബിഗ്യൂറ്റീസിന്റെ എല്ലാ ഒരു എക്സ്പ്ലനേഷൻ കൊണ്ടുവരാനായിട്ടും ഈ ഒരു ആംബിഗ്യൂറ്റിയിൽ നമ്മുടെ എംസൺ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 7 ടൈപ്സ് ഓഫ് ആംബിഗ്യൂറ്റി എന്ന് പറയുന്നത് 1930 വില്യം എംസൺ എന്ന റൈറ്റർ പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. സോ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻസ് ഒക്കെ ആയിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫർദർ പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യും. താങ്ക് യു.